ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ടോ. ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ ഓണത്തിന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കണം കേട്ടോ. ഇതിപ്പോൾ 2 എടുത്തിട്ടുണ്ട്, 2 മുഴുവനും എടുക്കുന്നില്ല. ഒരു ഏത്തപ്പഴം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. എരിവിനായിട്ട് നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ വേണം. പൊടികളൊക്കെ നമുക്ക് പതിയെ ചേർക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ നല്ലെണ്ണയല്ലേ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തു. ഒരല്പം ഉലുവായും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട, ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കടുകൊക്കെ പൊട്ടി ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. ഏത്തപ്പഴം വെച്ചിട്ട് നിങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു അച്ചാർ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടപ്പെടും. ചെറിയൊരു മധുരമുണ്ട്, അതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്ക് വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് മൂത്ത് വരാറായപ്പോഴേക്കുമാണ് ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അതായത് 1 ടീസ്പൂൺ അളവിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പച്ചമുളക് നല്ല എരിവുള്ളതല്ലേ, അതുകൊണ്ട് മുളക് പൊടി കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കടുക് പൊട്ടിച്ചപ്പോൾ ഒരല്പം ഉലുവ ഇട്ടതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുമല്ല, നമ്മൾ ഒരു ഏത്തപ്പഴമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ തവിക്ക് 1 തവി അളവിലാണ് വിനാഗിരി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ വിനാഗിരിയുടെ ഒരു കുത്തല ചുവയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഇത് തിളച്ച് വരണം. തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം പഞ്ചസാരയോ അതല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കണ്ട. അങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാനായിട്ട്. നേന്ത്രപ്പഴമെന്നും പറയും, ഏത്തപ്പഴമെന്നും പറയും. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഏത്തപ്പഴം എന്നാണ് പറയുന്നത്. അങ്ങനെ ഏത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. ഈ മസാലകളൊക്കെ നന്നായിട്ട് ഈ ഒരു പഴത്തിലേക്ക് പിടിക്കണമല്ലോ, അതിനുവേണ്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തപ്പോൾ ആ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അച്ചാറൊക്കെ ആകുമ്പോൾ ഒരല്പം കുഴഞ്ഞിരിക്കണമല്ലോ, അതായത് ഒരല്പം വെള്ളമയമൊക്കെ ഉണ്ടല്ലോ. ഇതിനങ്ങനെ കാണുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി വന്നിട്ട് ഒന്ന് കുറുകി കിട്ടും കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. അങ്ങനെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ട്. നേന്ത്രപ്പഴം വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഒരുപാട് സമയം വെച്ച് നമുക്ക് ചൂടാക്കുകയൊന്നും വേണ്ട. ഒരല്പം എരിവും പുളിയും മധുരവും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു അച്ചാറിന്. അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ നല്ലതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് എടുക്കുകയാണ് കേട്ടോ. ഒത്തിരി ഒന്നുമില്ല, ഒരു ഏത്തപ്പഴമല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അച്ചാറൊന്നും ഇല്ലെങ്കിൽ ഏത്തപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. വളരെ ഈസിയാണ്. അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്